തൃശൂർ തൃപ്രയാറിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി തടി ലോറി കയറിയിറങ്ങി 5 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. 7 പേർക്കാണ് പരിക്കേറ്റത്. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണുള്ളത്. സൂരജ്, ഈ സംഭവം എങ്ങനെയാണ്? ഉറങ്ങിക്കിടന്നിരുന്ന ആൾക്കാരാണ്, ഒന്നും ഓർക്കാൻ പറ്റാതെ മരണത്തിലേക്ക് പോയത്. 7 പേർക്ക് പരിക്കുണ്ടെന്നും അറിയുന്നു. എന്തായിരുന്നു സംഭവം? ക്രിസ്റ്റിന, പ്രജിൻ, ഈ ഏറെ സങ്കടകരമായ വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേശീയപാതയുടെ നിർമ്മാണം തൃശ്ശൂരിന്റെ തീരദേശ മേഖലയിൽ പുരോഗമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡിനരികിൽ പലയിടങ്ങളിലും ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഏറ്റെടുത്ത സ്ഥലത്താണ് ഈ പുറത്തു നിന്നുള്ള നാടോടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസമാക്കിയിരുന്നത്. അവർ ഈ റൂട്ടിൽ ചെറിയ ടെന്റൊക്കെയായി കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവർക്കിടയിലേക്കാണ് ഈ കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന തടി കയറ്റി വന്ന ലോറി ഇടിച്ചു കയറിയതെന്നുള്ളതാണ് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം 5 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 12 പേർക്ക് ആകെ ഈ അപകടത്തിൽപ്പെട്ടു. അതിൽ 5 പേർ മരിച്ചു, 7 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് വിവരം. ഇതുവരെയും ഈ മരിച്ച ആളുകളെ തിരിച്ചറിയാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇന്ന് പുലർച്ചെ 3:45 കൂടിയായിരുന്നു അപകടം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ ലോറിയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ നാട്ടികയിലാണ് ഈ അപകടം നടന്നത്. അവിടെ നിന്ന് ഈ പോലീസ് ഈ ലോറി ഡ്രൈവർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ എന്നാൽ പോലും ഒരു ദാരുണമായ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളത് തന്നെയാണ്. ഉറങ്ങിക്കിടന്നിരുന്ന ആളുകൾക്കിടയിലേക്കാണ് ഇത്തരത്തിൽ ഈ ലോറി പാഞ്ഞു കയറി അപകടം ഉണ്ടാക്കുകയും 5 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചത്. ക്രിസ്റ്റീന, പ്രജിൻ. സൂരജ്, വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. 5 പേരുടെ ഒരു മരണ വാർത്ത, അതും ഈ രീതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തടിലോറി കയറി വരുന്നു, അങ്ങനെ അപകടം ഉണ്ടാകുന്നു. ഇതിപ്പോൾ കൃത്യമായി നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നതെന്നാണ് സൂരജ് പറയുന്നത്. അപ്പോൾ ഈ നാടോടി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ അപകടം. ഈ റോഡിന്റെ വശത്തൊക്കെ നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കാണാറുണ്ട്. അങ്ങനെ കിടന്നുറങ്ങിയ ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ലോറി വന്ന് കയറി എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ തീരദേശപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പുരോഗമിച്ചു വരികയാണ്. തൃശ്ശൂരിന്റെ തീരദേശ മേഖലയിൽ, നാട്ടിക അടക്കമുള്ള മേഖലകളിൽ അത് പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പല സ്ഥലങ്ങളിലും ഈ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ഒഴിഞ്ഞ പ്രദേശമായി തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ. അങ്ങനെ ഒഴിഞ്ഞു കിടന്ന സ്ഥലത്താണ് ഇവർ ഈ നാടോടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉറങ്ങിക്കിടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർക്കിടയിലേക്കാണ് ഈ പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചു കയറുന്നത്. അതുകൊണ്ട് ഈ ഉറക്കമായതുകൊണ്ട് തന്നെ ഈ ലോറി വരുന്നതോ മറ്റു കാര്യങ്ങളോ തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. അവർക്കൊന്നും ചെയ്യാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ ഈ ലോറി ഇവർക്ക് ശരീരത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അതിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ മരിച്ച 5 പേരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ എല്ലാവരെയും നിലവിൽ ഈ നാട്ടികയിലെ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെയും മരിച്ചവരെല്ലാം നിലവിൽ നാട്ടികയിലെയും കൊടുങ്ങല്ലൂരിലെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ചവരുടെ വിവരം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പ്രാഥമികമായും ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ഈ തടിവണ്ടി ആയിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത് എന്നത് മാത്രമാണ് നിലവിൽ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം. വിശദമായി തന്നെ ഡ്രൈവറെ നിലവിൽ മതിലകം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഡ്രൈവറെയും ലോറിയെയും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ലോറിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും ഈ അപകടത്തിലേക്ക് എങ്ങനെ എത്തി എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 3:45 കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി വരികയായിരുന്നു ലോറി. ആ ലോറിയാണ് ഈ തീരദേശ മേഖലയിൽ നാട്ടികയ്ക്കും തൃപ്രയാറിനും ഇടയിൽ അവിടെ ഒരു JK തിയേറ്റർ ഉണ്ട്. ആ JK തിയേറ്ററിന് സമീപം കിടന്നുറങ്ങുകയായിരുന്ന നാടോടികൾക്കിടയിലേക്ക് ഈ ലോറി പാഞ്ഞു കയറുന്നു. ഉറക്കമായതുകൊണ്ട് തന്നെ ഇവരാരും ഈ അപകടത്തെക്കുറിച്ച് ഒരു സൂചന പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഞൊടിയിടയിൽ ഈ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടുനിന്നവർ പറയുന്നത്. കൃത്യമായ ദൃക്സാക്ഷികളുണ്ട്. അവരുടെ ഉൾപ്പെടെ മൊഴി നിലവിൽ പോലീസ് രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ മതിലകം പോലീസുമായി ബന്ധപ്പെട്ടിരുന്ന ദൃക്സാക്ഷികളുണ്ട്. ഈ അപകടത്തിന് അവർ പറയുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 12-ലധികം പേർ, 15ഓളം പേരാണ് അവിടെ ഉറങ്ങിയതെന്നുള്ളതാണ് കിട്ടുന്നത്. ആ 15 പേർക്കിടയിലേക്കാണ് ഈ വാഹനം പാഞ്ഞു കയറുന്നത്. അതിൽ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഈ മരിച്ച 5 പേരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള വാർത്ത. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ തൃശ്ശൂർ നാട്ടികയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രജിൻ. 7
7 പേരോളം പരിക്കേറ്റവരായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അവരുടെ ഒരു ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? കുഞ്ഞുങ്ങളടക്കം അതിലുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്നത് പോലെ 5 പേർ മരണമടഞ്ഞു, 7 പേർ ആശുപത്രിയിലുണ്ട്. എന്നാലും ചിലർ ആ ഗ്രൂപ്പിലുള്ളവർ അവർ എവിടെയാണ്? അവരുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വരുന്നുണ്ടോ? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്, എന്നാൽ പോലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച 5 പേരുടെയും മൃതദേഹം നിലവിൽ ഈ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിൽ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും